നിധി കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. ശ്രുതി പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ല. നിധി ചോദിക്കും അത്രേ ഉള്ളൂ. ശ്രുതി ചോദിക്കും എന്താ? നിധി പറയും ഒന്നുമില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങളാരും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ശ്രുതിയോട് താങ്ക്സ് ഒക്കെ പറയും. ശ്രുതി ചോദിക്കും വീട് വരെ ഞാനും വരണോ? ബാഗ് വേണമെങ്കിൽ ഞാൻ പിടിക്കാമെന്ന് പറയും. നിധി പറയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. നിധി കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് പിന്നെയും ശ്രുതിയെ തന്നെ നോക്കുകയാണ്. ശ്രുതി അത് മിറർ വഴി കാണുന്നുണ്ട്. ശ്രുതി മനസ്സ് പറയും അപ്പം ഞാനൊന്നും പറയാത്തില്ലേ, നിനക്ക് ഫീലുണ്ടല്ലേ, എന്തായാലും ഞാൻ വന്നല്ലേ പറ്റൂ, നീ പോയിട്ട് വാ. നിധി ആ വീട്ടിലെത്തി വീട്ടുടമയോട് പറയും ഞാൻ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ പറയും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അകത്ത് പോകും. എന്നിട്ട് കാശ് എടുത്ത് കൊണ്ടുവന്നിട്ട് നിധിക്ക് കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾ തന്ന ടോക്കൺ അഡ്വാൻസ് 5000 രൂപ. നിധി ചോദിക്കും എന്തിനാ ഇത് തിരിച്ചിരുന്ന്? അയാൾ പറയും പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, കുട്ടിക്ക് ഇവിടെ വീടില്ല, കാരണമൊന്നും ചോദിക്കേണ്ട, നിങ്ങൾക്ക് വാടകയ്ക്ക് തരാൻ വീടില്ല. നിധി പിന്നെയും ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടിക്ക് വീട് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. നിധി പറയും ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം, ഇന്നലെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തരില്ലെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയാം. അയാളതൊന്നും കേൾക്കാൻ നിൽക്കില്ല. അയാൾ പറയും കാശ് പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് അകത്തേക്ക് പോവാണ്. ശ്രുതി ഇങ്ങനെ നടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ച് പത്രത്തിലെ ഈ വാർത്ത ശ്രുതി കണ്ടിരുന്നു. ശ്രുതി ആ വീട്ടിൽ പോയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തും. അയാൾ ചോദിക്കും അതെങ്ങനെ പറ്റും, ഞാൻ അവരോട് അഡ്വാൻസ് വാങ്ങിപ്പോയി. ശ്രുതി പറയും ഹൗസ് ഓണറുടെ നിഷ്കളങ്കത എന്നോട് കാണിക്കില്ലേ, എന്തൊക്കെ കാരണങ്ങൾ വേണമെങ്കിൽ പറയാം, ബാച്ചിലർക്ക് വീട് കൊടുക്കില്ല, ബീഫ് കഴിക്കുന്നവർക്ക് വീട് കൊടുക്കില്ല, അങ്ങനെ പലതും പറയാം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്തോണം. ശ്രുതിയുടെ ഭീഷണിക്ക് മുന്നിൽ അയാൾ സമ്മതിക്കുകയാണ്. നിധി അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ശ്രുതി വയ്ക്കും എന്താ തിരിച്ചതെന്ന്, വണ്ടിയിൽ എന്തെങ്കിലും മറന്നു വെച്ചോ? നിധി പറയില്ല. പിന്നെന്താ സംഭവിച്ചത്? നിധി ഓരോന്ന് പറയുമ്പോൾ ശ്രുതി പറയും ആ ശരി. നിധി വയ്ക്കും എന്താ എന്നെ കളിയാക്കുകയാണോ? ശ്രുതി പറയും അല്ല, ഞാനിത് പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു. നിധി പറയും ഇന്നലെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് അയാൾ വീട് തരില്ലെന്ന് പറയുന്നു. ശ്രുതി വയ്ക്കും അഡ്വാൻസോ അത് തിരിച്ചു തന്നോ? അത് തന്നെന്ന് നിധി പറയുമ്പോൾ ശ്രുതി പറയും ആ ഭാഗ്യമായല്ലോ. നിധി വയ്ക്കും എന്ത് ഭാഗ്യം, ഇത് ചെയ്തത് നിങ്ങളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രുതി വയ്ക്കും ഞാനോ? ഇയാൾ വീട് നോക്കിയത് അറിയുന്നത് തന്നെ സുഭാഷ് ചേട്ടനോട് പറയുമ്പോഴാണ്. നിധി പറയും രാവിലെ മുതൽ ഇയാളെ ഞാൻ ശ്രദ്ധിക്കുന്നതാ, പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസം, ഇങ്ങോട്ട് വരുമ്പോഴും ദാ ഇപ്പോൾ കാണുമ്പോഴൊക്കെ ഉണ്ട്, എല്ലാം മുൻകൂട്ടി അറിയുന്ന പോലെ, അല്ലെങ്കിൽ എന്തിനാ ഇത്ര സന്തോഷം? ശ്രുതി പറയും സങ്കടപ്പെടാൻ വേണ്ടിയൊന്നുമില്ലല്ലോ, ഇയാൾ വീട് അന്വേഷിച്ച് കണ്ടെത്തി യാത്ര പറഞ്ഞു പോയി, അതിലിപ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഹൗസ് ഓണറുടെ അടുത്ത് ഒന്നുകൂടെ പോയിട്ട് ചോദിക്കാം, എന്താ കാര്യമെന്ന് അറിയണമല്ലോ. നിധി പറയും അതൊന്നും വേണ്ട. ശ്രുതി പറയും വേണം, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം. നിധിയും കൂട്ടി ശ്രുതി ആ വീട്ടിലേക്ക് പോവാണ്. അയാളോട് വീട് വാടകയ്ക്ക് കൊടുക്കാത്തതിനെ പറ്റി ശ്രുതി ചോദിക്കും. അയാൾ പറയും വീട്ടുകാർ പറഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് കൊടുക്കണ്ടെന്ന്. ശ്രുതി ചോദിക്കും അതൊന്ന് പരസ്യത്തിൽ സൂചിപ്പിച്ചുകൂടായിരുന്നോ? അയാളിങ്ങനെ മനസ്സ് പറയും ഇയാളെന്താ നാടകം കളിക്കുന്നത്. ശ്രുതി ചോദിക്കും ഞാൻ പറഞ്ഞിട്ടാണോ വീട് വാടകയ്ക്ക് കൊടുക്കാത്തത്, എന്നെ ഇതിനു മുൻപ് പരിചയമുണ്ടോ? അയാൾ പറയും ഇല്ല, താൻ ആരാ? അയാൾ നിധിയോട് ചോദിക്കും ഇതാണോ ഫോറിനിലുള്ള ഭർത്താവ്? നിധി പറയല്ല. ശ്രുതി അയാൾക്കൊരു ഉപദേശം കൂടി കൊടുത്തിട്ട് അവിടുന്ന് പോരുകയാണ്. നിധിയോട് ചോദിക്കും എന്താ എന്നെ എങ്ങനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നത്? നിധി പറയും അയാൾ ചോദിച്ചു കേട്ടില്ലേ ഇതാണോ ഭർത്താവെന്ന്, ഞാൻ അയാളോട് കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടാ ആ വീട് ഒപ്പിച്ചെടുത്തത്. ശ്രുതി പറയും അത് ശരി, തനിക്ക് കള്ളങ്ങളൊക്കെ പറയാമല്ലേ, ഞാൻ പറയുമ്പോഴാണ് പ്രശ്നം. നിധി പറയും നിങ്ങൾ പറയുന്ന പോലെയുള്ള കള്ളമല്ല ഞാൻ പറയുന്നത്. ശ്രുതി പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. ശ്രുതി പറയും അതൊക്കെ വിട്, ഇനി എന്താ പ്ലാൻ, വീട്ടിലേക്ക് പോവല്ലേ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? നിധി പറയും ഇല്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ശ്രുതി ചോദിക്കും എന്താ വേറെ വീടെന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? നിധി പറയില്ല. പിന്നെ ഞാൻ വരുന്നില്ല, ഞാൻ യാത്രയൊക്കെ പറഞ്ഞു പോന്നല്ലേ, ഇനി തിരിച്ചങ്ങോട്ട് വരുന്നില്ല. ശ്രുതി ചോദിക്കും വരാതെ താൻ എങ്ങോട്ടാ പോകുന്നത്? നിധി പറയും വേറെ എന്തെങ്കിലും ചെയ്യാം. ശ്രുതി പറയും അതെന്താണെന്ന് പറ.